ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സേനൻ പറയുന്നുണ്ട് കിരണിന്റെ അടുത്തും കല്യാണിന്റെ അടുത്തും അവൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന കാര്യം നിങ്ങൾക്ക് രാവിലെ അറിയായിരുന്നല്ലോ. അപ്പൊ അയാൾ നല്ലൊരു മെക്കാനിക് ആണ്, നിങ്ങൾക്ക് അറിയാം. അയാളോട് ഒന്ന് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് കാണിക്കുന്നു നിങ്ങൾ വിചാരിക്കണമെന്ന്. കാറൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് എടുത്താൽ പോരുന്നുണ്ട് കിരണേ. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണമായിരുന്നു, നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ചന്ദ്രസേനൻ പറയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹർ സരുവിനോട് പറയണ്ടേ, സരു നമുക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് നമ്മൾ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് നീ പറഞ്ഞ ആ ഒരു 18 പവന്റെ മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാല, നെക്ലസ് മാല കൊടുക്കുന്നുണ്ട് സരുവിന്. അത് സ്വർണ്ണമാണോ എന്തോന്നുള്ളതൊക്കെ നാളെ നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്നാലും സരു ഹാപ്പിയാണ്. മാലയൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ നോക്കി നിൽക്കുകയാണ് സരു. ദീപയും പറയുന്നുണ്ട് കിരണിന്റെ അടുത്ത് കല്യാണം എടുത്തും അയാൾക്ക് ഒരു കാലിലുണ്ടേനെ, അയാൾ ഇത്രയൊക്കെ ചെയ്തു. അപ്പൊ പരോളിന് അയാളെ മകൻ ഇറങ്ങുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യും, അതുകൊണ്ട് അയാൾ സൂക്ഷിക്കണം മക്കളെ എന്ന് പറയണം. ജയിലിൽ പോയി കാണാണ് പ്രകാശിന്റെ കിരണും കല്യാണിയും കൂടിയിട്ട്. അവിടെ പോകുമ്പോൾ പ്രകാശൻ തന്നെ നിരപരാധത്ത് കിരണോടും കല്യാണത്ത് പറയുന്നുണ്ട്, മക്കളെ ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്നെ വിശ്വസിക്കുക, ഞാനല്ല അത് ചെയ്തത് എന്ന് പറയാണ്. പക്ഷെ അത് കിരണും കല്യാണി വിശ്വസിക്കുന്ന മറ്റൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.